الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد ربك وكن من الساجدين واعبد ربك حتى يأتيك اليقين. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിയുന്നതും വിശുദ്ധരായി സത്യവിശ്വാസികളായി പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു വിശുദ്ധിയെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും വിശുദ്ധിയുള്ള ആളുകൾക്കാണ് രക്ഷയെന്നുമെല്ലാം ഖുർആനിലും നബി വചനങ്ങളിലും ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം നമ്മുടെ ആന്തരികമായ വിശുദ്ധിയാണ്. അത് നമ്മൾ ഖുർആൻ പഠിപ്പിച്ചിട്ടോ അല്ലാതെയോ നമ്മളത് സ്വീകരിക്കുന്നുമുണ്ട്. നമ്മുടെ ശരീരം വൃത്തിയാക്കാൻ വേണ്ടി ആളുകൾ എത്രയെല്ലാം പാടുപെടുന്നുണ്ടെന്ന് ഓരോരുത്തർക്കും മാത്രമേ അറിയൂ. ഒരു പാട് കണ്ടാൽ, ഒരു ചെറിയ കറുത്ത പുള്ളി കണ്ടാൽ അതൊരു വൈകല്യമാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഡോക്ടറെ സമീപിക്കാറുണ്ട്. തുണിയിൽ അല്പം വെള്ളം തെറിച്ച് കണ്ടാൽ അത് കഴുകിയിട്ട് നമ്മൾ പുറത്തിറങ്ങാറുള്ളൂ. നമ്മുടെ വീടും കുടുംബവും പരിസരങ്ങളും നമ്മുടെ കിടപ്പും പായകളും വിരിപ്പുകളും നമ്മുടെ നാടും നഗരവും എല്ലാം സൗന്ദര്യവൽക്കരിക്കാനും വെടിപ്പും വൃത്തിയുമുള്ളതാവാനും നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. മുറ്റത്ത് പോലും ഒരു ചളി കെട്ടിക്കിടക്കരുതെന്ന് വിചാരിച്ചുകൊണ്ടാണ് പലരും വലിയ വലിയ തുകകൾ ചെലവാക്കിക്കൊണ്ട് മുറ്റവും റോഡും വഴിയുമെല്ലാം വൃത്തിയാക്കുന്നത്. അതൊരു നല്ല കാര്യം തന്നെയാണ്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ. വൃത്തിയാക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ആ ഒരു വൃത്തിക്ക് പുറമെ
ഒരു ആന്തരികമായ വൃത്തിയും കൂടി വേണം എന്ന് അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ച കാര്യം കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സിന്റെ ഉള്ളും നമ്മുടെ രഹസ്യ ജീവിതവും വൃത്തിയായിരിക്കണം. നാശങ്ങൾ കടന്നു വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് സതകൂനു ഫിതനുൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം യുസ്ബിഹു الرجل മുഅ്മിനൻ വയുംസി കാഫിറാ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറാ യബിഉ ദീനഹു ബിഅർദിൻ മിനദ് ദുനിയാ ഖലീൽ. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് നാശങ്ങൾ കയറി വരും, ഫിത്തനകൾ കയറി വരും. രാവിലെ വിശ്വാസിയായിരുന്ന ഒരാൾക്ക് ആ വിശ്വാസവും കൊണ്ട് വൈകുന്നേരം വരെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം മനസ്സുകളെ മതിക്കുന്ന, മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന ഫിത്തനകൾ വരും. വൈകുന്നേരം വിശ്വാസിയാകുന്ന ഒരാൾക്ക് രാവിലെ വരെ ആ ഈമാനിനെ പിടിച്ചു നിർത്താൻ കഴിയാത്ത വിധം നിങ്ങൾ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കും. ഓരോ കാലം കഴിയും തോറും ഇരുട്ട് വരുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചത് ഈ ആന്തരിക ശുദ്ധിയെ പറ്റിയാണ്. നമുക്കൊക്കെ അറിയാം, കുറെയൊക്കെ കാലം വയസ്സിൽ ജീവിച്ചവരാണ്. 25, 30, 50, 70, 80 ഒക്കെ ജീവിച്ച ആളുകളാണ് നമ്മളൊക്കെ. നമ്മളെയൊക്കെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന ഫിത്തനകൾ, ആന്തരികമായ തിന്മകൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് ഓർക്കുന്നുണ്ട്. നമ്മൾ ചെറുപ്പകാലത്ത് എന്തൊക്കെയാണ്. കയറിയാൽ സ്കൂളിൽ പോവില്ല, മദ്രസയിൽ പോവില്ല, അന്യന്റെ ബുക്ക് മറ്റുള്ളവന്റെ പെൻസിൽ വെച്ച് അത് പിടിച്ചോടിക്കും. ചെറിയ ചെറിയ വികൃതികളൊക്കെ നമ്മൾ കാണിക്കുന്നത് അതായിരുന്നു അന്ന് തല്ല് കിട്ടിയിരുന്ന നമ്മളിൽ നിന്നുണ്ടാകുന്ന തെറ്റുകൾ. അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും പറഞ്ഞത് കേൾക്കാതെ അവിടേക്ക് പോകും, അത് ചെയ്യും, ഇത് ചെയ്യും. അങ്ങനെയൊക്കെയാണല്ലോ കുട്ടിക്കാലത്ത്, ഒരു കാലത്തെ കുട്ടിക്കാലത്തെ തിന്മകൾ. ഇനി മുതിർന്നവരുടെ അടുക്കലുള്ള തിന്മകളും വല്ല കശവിശകളും അടിപിടികളും ചീത്തവിളികളും ഒക്കെ ഉണ്ടാകും എന്നതൊഴിച്ചാൽ ഒരു പരിധിവരെ ഒരു മദ്യപിച്ച് നടക്കുന്ന മനുഷ്യനെ പോലും അപൂർവമായി കണ്ടിരുന്ന ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. കുറച്ചൊക്കെ മുതിർന്ന ആളുകൾക്കറിയാം. ഒരു മദ്യപാനിയെ അപൂർവമായി അവിടെ ഉണ്ടേലോ എന്ന് പറയുന്ന അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ഒക്കെ ഒരു കാലഘട്ടം. നബി അതാ പറയുന്നത്. പിന്നീട് ഫിതനകൾ കൂടി വന്നു, വലിയ വലിയ തിന്മകൾ സമൂഹത്തിലേക്ക് വന്നു. തോന്നിവാസങ്ങൾ കാണാനും അതിനുള്ള സൗകര്യങ്ങളും നാട്ടിൽ പലരും ഉണ്ടാക്കി വെച്ചപ്പോ അതിലേക്ക് പോകാനും അവിടെ വെച്ച് വഴിപഴിക്കാനും ഒക്കെയുള്ള തിന്മകളുടെ അളവും സാധ്യതകളും അവസരങ്ങളും കൂടി ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഘട്ടങ്ങളാണ്. വീണ്ടും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സതകൂനു ഫിത്ന, കാലം കഴിയും തോറും സമൂഹത്തിൽ നാശം വരും. ഇന്ന് നമ്മളൊക്കെ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം. ഒരു ബീഡി വലിച്ചാൽ അതൊരു വലിയ കുറ്റമായിരുന്നു ചെറിയ കുട്ടികളൊക്കെ ആയിരുന്ന കാലത്ത്. ഇനി മുതിർന്ന ആളുകൾ വരെ ഒരു ബീഡിയോ സിഗരറ്റോ വലിക്കുന്നതൊക്കെ അതൊരു വേണ്ടാത്തരങ്ങളും കുറ്റങ്ങളുമായിരുന്ന ഒരു കാലഘട്ടം നമുക്കൊക്കെ കഴിഞ്ഞു പോയിട്ടില്ലേ? കുറച്ച് മുതിർന്നവർക്ക് ആ കുറ്റങ്ങളുടെ അളവും അതിന്റെ ഡോസുകൾ വർദ്ധിച്ച് ഇന്ന് കുറ്റം വളരെ വരെ ഗുരുതരമായി മാറിയിരിക്കുന്നു എന്ന് നമുക്കൊക്കെ ബോധ്യമുണ്ട്. പരിഹാരമാണ് അറിയാത്തത്. മദ്യപാനം അതൊരു കുറ്റമല്ലാതെയായി മാറുന്നു എന്ന് തോന്നുന്നു സമൂഹത്തിൽ. അത്രമാത്രം കൊച്ചുമക്കളെ വരെ സ്വാധീനിക്കുന്ന ലഹരി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഹരിക്കെതിരിൽ ഓരോ കൊല്ലാക്കൊല്ലം പണം ചെലവഴിച്ചുകൊണ്ട് ദിനാചരണം നടത്തുന്നുണ്ടെങ്കിലും ലഹരി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കൊച്ചുമക്കളിൽ പോലും ലഹരി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലൈംഗികമായ അരാജകത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സാധ്യതകൾ ഏറുന്നുണ്ട്. നമുക്കൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ അതിനുള്ള സാധ്യതകളും സൗകര്യങ്ങളും അതിനുള്ള പ്രേരണകളും നമ്മുടെ സമൂഹത്തിൽ കൂടിക്കൂടി വരികയാണ്, ഒരു കാലത്തും കാണാത്ത വിധത്തിൽ. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, മനസ്സിന്റെ ശുദ്ധിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഫിത്നകൾ വരും.
ഉണ്ടാകും, ഓരോ കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിന് പ്രവാചകൻ അശുദ്ധിയുടെ നാശത്തിന്റെ പരിണാമം എവിടെയാണെന്ന് ചോദിച്ചാൽ, ദീന് വരെ കളഞ്ഞു കുളിക്കുന്ന, ദീന് വരെ വേണ്ട, രാവിലെ മുഅ്മിനായിരുന്ന മനുഷ്യൻ വൈകുന്നേരമാകുമ്പോഴേക്ക് രാജിവെച്ച്, ഈമാനിൽ നിന്ന് രാജിവെച്ച് പോകുന്ന അവസ്ഥ എന്ന് നബിയുടെ ആ പദപ്രയോഗം എത്ര കൃത്യമായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരുന്നത്. നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങൾ, മതത്തിനെ നിരാകരിക്കുന്ന മക്കള്, മതത്തിനെ പുച്ഛിക്കുന്ന, അതിൽ നിന്ന് ഊരിച്ചാടി പോകുന്ന മക്കൾ, മതപരമായ ഒരു കാര്യം, ഒരു സൂറത്തുൽ ഫാത്തിഹ പോലും അറിയാത്ത മക്കളല്ലേ നമ്മൾ പോറ്റി വളർത്തുന്ന മക്കളിൽ ഭൂരിഭാഗവും. ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ദീന് വിട്ടൊഴിവാക്കി നിരീശ്വരത്വത്തിലേക്കും നിർമ്മലത്വത്തിലേക്കും നിരാസത്തിലേക്കും മതം നമ്മളെ മനുഷ്യനും മതങ്ങളും കാലാകാലങ്ങളായി പഠിപ്പിച്ചു വെച്ച നമ്മുടെ രീതിയിലും സമീപനത്തിലും വേഷഭൂഷാദികളിലുമുള്ള സംസ്കാരത്തിൽ നിന്നെല്ലാം ഓടി ഒളിക്കുന്ന ഒരു തലമുറയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇതാണ് നമ്മുടെ മനസ്സിന്റെ അവിശുദ്ധി. ഈ അവിശുദ്ധിയാണ് നമ്മൾ പേടിക്കേണ്ടത്. ചളിയും വൃത്തികേടുകളുമായാൽ അത് നജസാണെങ്കിൽ നമ്മൾ ആരാധനാ കർമ്മങ്ങൾ നിസ്കരിക്കാനോ അതുപോലെയുള്ള കർമ്മങ്ങളിൽ നമ്മൾ ശുദ്ധീകരിക്കണം, കഴുകണം. ഇനി ഒരാളൊരു ഏങ്ങിച്ചടിച്ച് വൃത്തികേടായി ജീവിച്ചു, ഒരാളുടെ വീടും പരിസരവും ഒക്കെ ചളിയും കറയും പൊടിയൊക്കെ പുരണ്ട് ജീവിച്ചു, എന്നാലും അതൊരു മാന്യതക്കും സംസ്കാരത്തിനും അതുപോലെ വൃത്തിയും വെടിപ്പുമില്ലാത്തവൻ എന്ന് പറയാനും കാരണമാകും എന്നൊഴിച്ചാൽ, മനസ്സിന്റെ ഉള്ളിലുള്ള കറയും ചളിയും അത് ഏറി വരുന്നു സഹോദരന്മാരെ. അതിനെയാണ് നമ്മൾ നീക്കേണ്ടത്. അത് നമുക്ക് എങ്ങനെ നീക്കാൻ കഴിയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമികമായ പ്രബോധനങ്ങൾ ആരംഭിച്ചപ്പോ സഹാബിമാർക്ക് തോന്നിത്തുടങ്ങി, മക്കയുടെ സാഹചര്യത്തിൽ ഞങ്ങൾക്കതനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന്. അതുകൊണ്ടാണ് അവർ ഒളിച്ചു പാർത്തിരുന്ന് നിസ്കരിച്ചിരുന്നതും ദീനീ കാര്യങ്ങൾ ചെയ്തിരുന്നതുമെല്ലാം രഹസ്യമായിട്ടായിരുന്നു ആദ്യകാലത്ത്. 13 കൊല്ലക്കാലം അങ്ങനെയാണ് അവർ ജീവിച്ചത്. അവസാനം ഈ സാഹചര്യത്തിൽ ഞങ്ങളുടെ ദീന് നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ മക്കക്കാരുടെ കൂടെ ജീവിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ അവർ മദീനയിലേക്ക് ഇട്ടെറിഞ്ഞു പോയി. മക്കളെ ഒഴിവാക്കിയവരുണ്ട്, ഉമ്മനി ഉപ്പനി ഒഴിവാക്കിയവരുണ്ട്, സമ്പത്ത് തമ്പാടിച്ചുണ്ടാക്കിയ സമ്പത്ത് ഒഴിവാക്കി ഇട്ടെറിഞ്ഞ് മദീനയിലേക്ക് പലായനം ചെയ്തു. അള്ളാഹു തആല പലായനത്തിനോട് അള്ളാഹു അംഗീകരിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. മദീനയിലേക്ക് ഹിജ്റ പോയി. എന്തിനായിരുന്നു പോയത്? മനസ്സിന്റെ ശുദ്ധീകരണത്തിനാണ്. മാന്യമായി ഖുറൈശികളുടെ ഇടയിൽ ജീവിക്കാൻ കഴിയില്ല, മനഃശുദ്ധിയോടുകൂടി ജീവിക്കാൻ തിന്മ ചെയ്ത് ജീവിക്കേണ്ടി വരും. വിശ്വാസത്തിൽ ജീവിക്കാൻ കഴിയില്ല, വിശ്വാസമനുസരിച്ചുള്ള ഒരു ദീനീ നിഷ്ഠയും സംസ്കാരവും പാലിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഹിജ്റ പോയത്. ആ ഹിജ്റ ഫത്ഹ് മക്കയോടുകൂടി അവസാനിച്ചു. ലാ ഹിജ്റത ബഅദൽ ഫത്ഹ്. മക്ക കീഴടങ്ങിയതിന്റെ ശേഷം ഇനി ആരും മക്കത്തുനിന്ന് ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മദീനത്തേക്ക് വരേണ്ടതില്ല എന്ന് നബി പറഞ്ഞു. അതിന് മുമ്പായിരുന്നു അത് വരേണ്ടിയിരുന്നത്. കാരണം മക്കത്ത് അതിനുള്ള സൗകര്യം കിട്ടി. പ്രവാചകന്റെ ആ ചെറിയ ജീവിതത്തിൽ, ആ കുറഞ്ഞ കാലത്തെ ജീവിതത്തിൽ മക്കത്ത് നമസ്കരിക്കാനും കഅബ ശുദ്ധീകരിച്ചു, എല്ലാം വൃത്തിയാക്കിയപ്പോ അവിടെ തന്നെ മാന്യമായി ജീവിക്കാനുള്ള അവസരം കിട്ടി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാകിൻ ഹിജ്റ, ഒരു ഹിജ്റയുണ്ട്. ആ ഹിജ്റയാണ് നമുക്കിന്ന് ബാക്കിയാക്കി നിൽക്കുന്നത്. അവിടെ സഹാബികൾ ഉള്ളതെല്ലാം ഒഴിവാക്കി വെറുതെ വലിച്ചെറിഞ്ഞു കൊടുത്തുകൊണ്ട് സ്വന്തം കുടുംബങ്ങളെ പോലും ഒഴിവാക്കി മദീനയിലേക്ക് പോകുന്ന ഒരു ഹിജ്റ നമുക്കില്ലെങ്കിലും അങ്ങനെയുള്ള ഒരു ഓട്ടം നാടുവിടേണ്ട അവസ്ഥ നമുക്ക് കഴിയാത്തതോ അല്ലെങ്കിൽ നിർബന്ധമില്ലാത്തതോ ആണെങ്കിലും ഒരു ഹിജ്റ ബാക്കിയുണ്ട്. ആ ഹിജ്റ എന്താണ്? അൽ ഇബാദത്തു ഫിൽ അർജി കഹിജ്റത്തിൻ ഇലയ്യ. നിങ്ങൾ തിന്മകൾ നിറഞ്ഞ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോ അവിടുന്ന് നാടുവിടല്ല വേണ്ടത്, പിന്നെ കഹിജ്റത്തിൻ ഇലയ്യ അൽ ഇബാദത്ത്, നിങ്ങൾ ഇബാദത്തിലേക്ക് വരണം.
നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു കൽപ്പിച്ച സൽക്കർമ്മങ്ങൾ നിങ്ങൾ ഒഴിവാക്കരുത്. സൽക്കർമ്മങ്ങൾ, ഫറളും സുന്നത്തുമായ സൽക്കർമ്മങ്ങളിലേക്ക് നിങ്ങൾ തിരിച്ചു വരുമ്പോ ഒരു ഹിജറയുണ്ടാകും നിങ്ങൾക്ക്. അതെന്താണ്? ഒരു പലായനം, മനസ്സുകൊണ്ടുള്ള പലായനം. അവിശുദ്ധമായ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ വിശുദ്ധമായ ഒരു അവസ്ഥയിലേക്ക് മാനസികമായി ഉയരണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിച്ചത് അല്ലാഹു തആല. നബി നമ്മളെ പഠിപ്പിച്ചതാണ് അൽ ഇബാദത്തു ഫിൽ ഹറജ്. അപകടം പിടിച്ച തോന്നിവാസങ്ങൾ നിറഞ്ഞ സമൂഹത്തിൽ ഇബാദത്ത് ചെയ്തുകൊണ്ട് വിശ്വാസികളായി ജീവിക്കുക. നമ്മുടെ ഈമാനും നമ്മുടെ ഇസ്ലാമും നമ്മളുടെ സംസ്കരണവും നമ്മുടെ മനുഷ്യബന്ധങ്ങളും നമ്മുടെ കുടുംബ ബന്ധങ്ങളും നമ്മുടെ സൗഹൃദങ്ങളും ഹക്കും ബാത്തിലും ഒക്കെ അനുസരിച്ച് ജീവിക്കലാണ് നമുക്ക് ഇന്ന് വേണ്ട ഹിജ്റ എന്നാണ് നബി പഠിപ്പിച്ചത്. ആ മുശ്രിക്കുകളും അവിശ്വാസികളൊക്കെ പറയുന്നത് കേട്ട് അവരുടെ ആ ചെയ്തികൾ കണ്ട് നിന്റെ മനസ്സ് ഇടുങ്ങിപ്പോകുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട്. ഇടുങ്ങുകയാണ്, അവിടെ ജീവിക്കാൻ കഴിയുന്നില്ല, അവിടെ നിലനിൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നബിയോട് പറഞ്ഞത് നീ പ്രകീർത്തനം നടത്തുക, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കുക, സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ സുജൂദ് ചെയ്തുകൊണ്ട് ജീവിക്കുക. ജീവിതത്തിൽ അവസാന നിമിഷത്തിന്റെ ഉറപ്പ് കിട്ടുന്നത് വരെ എനിക്കിനി ജീവിതമില്ല, ഞാൻ ഈ ലോകവുമായി വേർപിരിഞ്ഞു പോവുകയാണെന്നുള്ള യഖീൻ കിട്ടുന്നത് വരെ ആരാധനയിൽ കൃത്യമായി ആരാധനകൾ നിലനിർത്തിക്കൊണ്ട് ശരിയും തെറ്റും നമസ്കാരം പോലെയുള്ള നിർബന്ധമായി ഒരിടത്ത് വന്ന് നിർവഹിക്കേണ്ട ആരാധനകളും എന്നാൽ ജീവിതത്തിൽ മതവിശ്വാസവും അനുഷ്ഠാന രീതികളും അനുസരിച്ചുകൊണ്ട് ജീവിക്കേണ്ട ആരാധനാ കർമ്മങ്ങളിലേക്ക് നമ്മൾ വരണം. അതാണ് പരിഹാരം. അതാണ് മനസ്സിന്റെ ശുദ്ധി നടത്താൻ പരിഹാരം. പുറത്തിറങ്ങിയാൽ നല്ലത് കാണാൻ കഴിയാത്ത, നല്ലത് കേൾക്കാൻ പറ്റാത്ത, നല്ലതുമായി ഇടപെടാൻ പറ്റാത്ത ഒരു ജീവിത സാഹചര്യം എല്ലാവർക്കുമുണ്ട്. ഈമാനോടുകൂടി ജീവിച്ചു മരിക്കണമെന്ന ആളുകൾക്കൊക്കെ അങ്ങനെയുള്ള ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഫിറാറുൻ ബിൽ ഖൽബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവരോട് കൽപ്പിച്ചത് ഫിറാറുൻ ബിൽ ജിസ്മി വൽ ഖൽബ്, നിങ്ങളുടെ ശരീരം കൊണ്ടും ഹൃദയം കൊണ്ടും ഈ തിന്മയിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടണം. അവിടെ നല്ലൊരു നാട്ടിലേക്ക് മാറി താമസിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി പറഞ്ഞത് ഫിറാറുൻ ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് മാത്രം നമ്മൾ വരണം. അതായത് നമ്മൾ വിശ്വാസത്തിലേക്കും ഇബാദത്തിലേക്കും മടങ്ങണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും അപകടം പിടിച്ച ശത്രുക്കളുടെ ഭീഷണികളോ അല്ലെങ്കിൽ വഴിതെറ്റിപ്പോകാൻ പോകുന്ന വലിയ വലിയ അപകടകരമായ സാഹചര്യത്തിൽ ഇബാദത്തിലേക്ക് തിരിയാറുണ്ടായിരുന്നു എന്ന് കാണാം. അഹ്സാബ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നബിയല്ലാത്ത എല്ലാ സഖ്യശക്തികളും, മുനാഫിക്കുകൾ, ജൂതന്മാര്, നസാറാക്കള്, മക്കയിലെ മുശ്രിക്കുകള്, പ്രവാചകനോട് മറ്റേതെങ്കിലും നിരക്ക് വിരോധമുള്ള ആളുകളെല്ലാം കൂടി ഐക്യമുന്നണിയായിക്കൊണ്ടൊരു സഖ്യ ശക്തികളായിക്കൊണ്ട് ഖന്തഖിൽ ഒരുമിച്ച് കൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഏതാനും സഹാബികളും ഇപ്പുറത്തും അപ്പുറത്ത് സഖ്യശക്തികൾ. അതാണ് ഗസ്വത്തു അഹ്സാബ്. മുസ്ലിമീങ്ങൾക്ക് വരെ അവരുടെ ദീനിൽ അവിശ്വാസമുണ്ടാകുന്ന ഒരവസ്ഥയെത്തി. വിശ്വാസികൾക്ക് വരെ മനസ്സിന് ഇളക്കമുണ്ടായി, വിറപ്പിക്കപ്പെട്ടു. എപ്പോഴാണ് അള്ളാഹിന്റെ സഹായം വരാ? നമ്മൾ അള്ളാഹിനെ വിശ്വസിച്ചത് കൊണ്ടല്ലേ ഇത്ര അധികം ഇടങ്ങാറാവേണ്ടി വന്നത്? എപ്പോഴാണ് ഈ പഠിച്ചവന്റെ സഹായം വരിക എന്ന ആ നിരാശയുടെ രണ്ടാം ഘട്ടം. ഇതൊന്നും ആവശ്യമില്ല എന്നുള്ള ഇടത്തൊക്കെ വരുന്നത്. അത്ര വരെ ഉണ്ടായി പ്രവാചകൻ. മുസ്ലിമീങ്ങൾക്കിടയിൽ മാനസികമായ നിരാശ വന്നു, ഭയപ്പാട് കൊണ്ട്. മറ്റുള്ളവർ ചൊറച്ചു നിൽക്കുന്ന വലിയ ശക്തിയായി മുന്നിൽ പേടിപ്പെടുത്തുന്ന അവസ്ഥ വന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു എന്ന സഹാബി നബിയെ തെരഞ്ഞെടുക്കാണ്. നബി, എല്ലാവർക്കും നിരാശയിക്കുള്ളൂ, എന്താ ഇപ്പൊ നമ്മൾ ചെയ്യുക? ഈ കടങ്ങിന്റെ ഇപ്പുറത്ത് നമ്മളിവിടെ ഒരു ചെറിയ സൈന്യം, മറ്റവരെല്ലാവരും കൂടിയിരിക്കുന്നു, എന്തു ചെയ്യണം നബി? ഒരു പരിഹാരം പറഞ്ഞു തരൂ എന്ന്
ചോദിച്ചുകൊണ്ടാണ് ഹുദൈഫത്തുൽ യമാൻ നബിയെ തിരഞ്ഞെടുക്കുന്നത്. നബിനെ കാണുന്നില്ല കൂട്ടത്തിൽ. അവസാനം കണ്ടെത്തിയപ്പോൾ ഒരു പുതപ്പ് മൂടിയിരുന്ന് പ്രവാചകൻ നമസ്കരിക്കുകയായിരുന്നു എന്നാണ് ചരിത്രത്തിൽ. പ്രാർത്ഥിക്കുകയായിരുന്നു. പുതപ്പിന്റെ ഉള്ളിൽ മൂടിയിരുന്നു കൊണ്ട് പ്രവാചകൻ നമസ്കരിക്കുന്നതാണ് കണ്ടത്. അദ്ദേഹം തിരിച്ചു പോന്നു. ഏതായിരുന്നാലും ഈ പ്രാർത്ഥന വെറുതെയാവില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അതുതന്നെയാണ് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ പലയിടത്തും നമ്മൾ കാണുന്നത്. ആ ജീവിതം നമുക്ക് അല്ലാഹു റസൂല് മാതൃക കാണിച്ചു തന്നതും അതുകൊണ്ട് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കത്തിൽ പ്രവാചകന്റെ സമൂഹത്തിൽ വരാനിരിക്കുന്ന നാശങ്ങളെ പറ്റി, ആ ഭീകരമായ നാശം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്, അല്ലാതെ വെള്ളപ്പൊക്കവും ബാക്കിയുള്ള യുദ്ധങ്ങളും കാലക്കേടുകളുമല്ല. മനുഷ്യർ ദീനിൽ നിന്ന് കുടിയൊഴിഞ്ഞു പോകുന്ന, വിശ്വാസികൾക്കിടയിൽ നിരീശ്വരത്വങ്ങളും നിർമ്മത വിശ്വാസങ്ങളും മതനിരാസങ്ങളും അതുപോലെ നന്മകളെ നിരാകരിക്കുന്ന കുട്ടികൾ കയ്യും കാലമൊക്കെ കഴുകി പോവാണ്. ഇതൊക്കെയാണ് നമ്മളുടെ മക്കൾ, വളർന്നു വരുന്ന മക്കള്. ഇവരിൽ നിന്നാണ് ഇനി നമുക്ക് മക്കൾ ഉണ്ടാവാനുള്ളത്. ഏതായിരുന്നാലും ശ്രദ്ധിക്കുക സഹോദരങ്ങളെ. ഈ ഒരു അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ പഠിപ്പിക്കാനാണ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഇബാദത്തിലേക്ക് വരണം. നബി ഉറക്കത്തിൽ വലിയ സ്വപ്നം കണ്ടു നാശത്തിനെ പറ്റി. റസൂലുള്ള ഭാര്യമാരൊക്കെ വിളിച്ചു വരുത്തി, എല്ലാവരും തട്ടി ഒളിച്ചു വരുത്തി. എന്നിട്ട് നബി പറയുന്നു, റുബ്ബ കാസിയത്തിൻ ഫിദ് ദുനിയ ആരിയത്തിൻ ഫിൽ ആഖിറ. ദുനിയാവിൽ നല്ല വസ്ത്രം ധരിച്ച് മാന്യമായ വൃത്തിയിലും വെടിപ്പിലും നടക്കുന്ന എത്രയെത്ര ആളുകളുണ്ട്. ആരിയത്തിൻ ഫിൽ ആഖിറ, ആഖിറത്തിൽ അവർ നഗ്നന്മാരായിരിക്കും. അത് ഈ കാലഘട്ടത്തെ, നമ്മളൊക്കെ ജീവിക്കുന്ന കാലഘട്ടത്തെ ആയിരിക്കണം നബിയാ പറയുന്നത്. ഖാസിയത്തുകളാണ് നമ്മളൊക്കെ. നല്ല വസ്ത്രമുണ്ട്, നല്ല വേഷമുണ്ട്, നമുക്ക് നല്ല കുടുംബ പേരുണ്ട്, നമ്മുടെ ജാതി പേരുണ്ട്, മതപ്പേരുണ്ട്. പക്ഷേ ആഖിറത്തിൽ ആരികളാണ്. അതിനാണ് നബി പറഞ്ഞത്, ബാദിറൂ ബിൽ അഅ്മാലി ഫിതനൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം. ഇരുട്ട് വരുന്നതിന്റെ മുമ്പ്, ഇരുട്ട് പോലെ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് തിന്മകളും ചെറിയ ചെറിയ തെറ്റുകൾ, പിന്നീട് വലിയ വലിയ തെറ്റുകൾ, അപകടകരമായ സാമൂഹ്യ ദ്രോഹങ്ങൾ, അവസാനം മതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന, മതത്തിനെ പരിഹാസ്യമാക്കി തള്ളുന്ന ഈ ഫിത്നകൾ വരുന്നതിന് മുമ്പ് സൽക്കർമ്മത്തിലേക്ക് വരിക. ബാദിറൂ ബിൽ അഅ്മാലി ഫിതനൻ ഇന്നഹാ സതകൂനു അനാതുൻ വഉമൂറുൻ മുതശാബിഹാതുൻ. ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും നിങ്ങൾക്ക് വരും. ഒരുപാട് തിരിച്ചറിയാത്ത ജീവിത രീതികൾ നിങ്ങൾക്ക് വരും. ഫഅലൈക ബിത്തുഖ്ദ, വളരെ സാവകാശത്തോടുകൂടി നല്ല ശ്രദ്ധയോടുകൂടി നിങ്ങൾ ജീവിക്കണം സഹോദരന്മാരെ. അതാണ് ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ, അല്ലാഹു തവ്വാബീങ്ങളെ ഇഷ്ടപ്പെടും. വയുഹിബ്ബുൽ മുതത്തഹിരീൻ, വെടിപ്പും വൃത്തിയുമുള്ള ആളുകളെ ഇഷ്ടപ്പെടും. ആ വെടിപ്പും വൃത്തിയും കയ്യും കാലും മുഖവും കഴുകി വൃത്തിയാക്കിയാൽ പോരാ, നമ്മുടെ മനസ്സിനെ കൂടി വൃത്തിയാക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. എല്ലാവിധ ഫിത്നയിൽ നിന്നും രക്ഷപ്പെടാൻ വിശ്വാസികളായ നമുക്ക് അല്ലാഹു തആല പഠിപ്പിച്ചു തന്നത്, സമൂഹത്തിൽ ഓടി രക്ഷപ്പെടാനും സമൂഹത്തിലേക്ക് ഇറങ്ങാതിരിക്കാനൊന്നും നമുക്ക് കഴിയില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സ് ശുദ്ധീകരിക്കണം, ഇബാദത്തിലേക്ക് മടങ്ങണം. യുദ്ധത്തിന് വേണ്ടി ശത്രുക്കൾ ആക്രമിക്കാൻ വന്നപ്പോൾ ശത്രുക്കളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന സഹാബിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു പറഞ്ഞു, ശത്രുവിന്റെ പിന്നാലെ ആയുധമെടുത്ത് ഓടുകയാണെങ്കിലും നമസ്കരിക്കുന്ന സമയമായാൽ നമസ്കരിക്കാൻ മറക്കരുത് എന്ന്.
ശത്രുക്കൾ മുമ്പിൽ വന്ന് ഏതു നേരത്തും ആക്രമിക്കാൻ വേണ്ടി താവളമടിച്ചു നിൽക്കുന്ന ആ ശത്രുക്കളെ അഭിമുഖീകരിച്ചുകൊണ്ട് നിൽക്കുന്ന സഹാബിമാരോട് നബി പറഞ്ഞു, നമസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട്, ശത്രുക്കളെ കാത്തിരുന്നാൽ നമുക്ക് നമസ്കാരം തെറ്റിപ്പോകും. നിങ്ങൾ വരൂ, ഞാൻ ഒരു റക്അത്ത്, നിങ്ങളിൽ ഒരു വിഭാഗത്തിനെ കൊണ്ട് ഞാൻ ഒരു റക്അത്ത് നിസ്കരിച്ചിട്ട് ബാക്കിയുള്ള എന്റെ മഅ്മൂമികളായ ഒരു കൂട്ടര്, സൈന്യങ്ങളിൽ ഒരു വിഭാഗം പകുതി ആളുകൾ ബാക്കി ഒരു റക്അത്ത് നമസ്കരിച്ചു കൂട്ടുക, എന്നിട്ട് രണ്ടാമത്തെ നമസ്കരിക്കാത്തവര് വരി, എന്നിട്ട് എന്റെ പിന്നാലെ വന്നിട്ട് അവർ എന്റെ കൂടെ ഒരു റക്അത്ത് നമസ്കരിക്കുക. എനിക്ക് 2 റക്അത്താകുമ്പോ നിങ്ങളിൽ ഓരോ പകുതിക്കും ഓരോ റക്അത്ത് എന്റെ കൂടെ ജമാഅത്ത് കിട്ടുമല്ലോ. അതുകൊണ്ട് ജമാഅത്തും നമസ്കാരവും സന്ദർഭത്തിൽ പോലും നമ്മൾ ഒഴിവാക്കരുത്. ഇതാണ് നമ്മുടെ ശുദ്ധീകരണത്തിന്റെ മാർഗം. സൂറത്തുൽ നിസായിൽ കാണാം, വൈദാ കുൻത ഫീഹിം ഫഅഖംത ലഹുമുസ് സലാത്ത എന്ന് തുടങ്ങുന്ന 102-ാമത്തെ ആയത്ത്. ഇബാദത്തിലേക്ക് മടങ്ങുന്ന കാര്യം വെറുതെ ഇരിക്കുമ്പോഴല്ല, നേരെ മറിച്ച് യുദ്ധമുഖത്ത് ശത്രുവിന്റെ പിന്നാലെ പോകുമ്പോഴും ശത്രുവിന്റെ മുമ്പിൽ വന്ന് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോഴും ആയുധം ധരിച്ചുകൊണ്ട് പോലും ഇബാദത്തുകളുടെ കാര്യം മറക്കരുത് എന്നാണ് നബി പഠിപ്പിച്ചത്. അതാണ് സലാത്തുൽ ഖൗഫ്, ഭയമുള്ള സമയത്ത് നമസ്കാരം. അതുകൊണ്ട് ഈ ഒരു കെട്ട കാലം എന്ന് നമുക്ക് പറയാൻ പാടില്ല. അള്ളാഹുവാണ് കാലത്തിന്റെ ഉടമ, അതുകൊണ്ട് അത് കെട്ടുപോവുകയില്ല. കാലം നല്ലത് തന്നെയാണ്. പക്ഷേ കാലത്തിനെ കെട്ടതാക്കുന്നത്, മോശമാക്കുന്നത് നമ്മുടെ ചെയ്തികളാണ്. ആ ചെയ്തികൾ ശുദ്ധീകരിച്ചാൽ എല്ലാവർക്കും നല്ല കാലമായിരിക്കും. എല്ലാ ദിവസവും നമുക്ക് നല്ല ദിവസമായിരിക്കും. അങ്ങനെയുള്ള നല്ല കാലത്ത് നല്ല ദിവസത്തോടുകൂടി ജീവിക്കാൻ അല്ലാഹു തആല സൽക്കർമ്മങ്ങളിലേക്ക് മടങ്ങുന്നവരായി നമ്മളെല്ലാം മാറ്റുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിലെ രോഗികളായ ആളുകൾ പലരും പ്രത്യേകമായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ ശിഫയും മനസ്സമാധാനവും നൽകുമാറാവട്ടെ. മരിച്ചുപോയ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر للمؤمنين والمؤمنات برحمتك يا رب.